ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ടുണ്ട്. ആ ചേച്ചി ആ പ്ലാസ്റ്റിക് എടുത്തോ. മോളെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇല്ല, മോള് ചെല്ലി. ചേച്ചി ഒരു 50 രൂപ എടുത്തുണ്ടോ? അതിനൂടെ പ്ലാസ്റ്റിക് ഇല്ലല്ല, പിന്നെ എന്തിന് പൈസ തന്നെ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈസ തന്നെ ചേച്ചി. അതെവിടുത്തെ ഏർപ്പാടാണ്? പ്ലാസ്റ്റിക്കിൽ നിനക്ക് പൈസ തന്നെ. സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം. എന്നെ നീ ഒന്നും വിളിക്കണ്ട. ഞങ്ങക്ക് തരാൻ സൗകര്യമില്ല. തരണ്ട. നികുതി അടക്കാൻ പോകുമ്പോഴേ അതുകൂടി അങ്ങനെ ചേർത്ത് അടച്ചാ മതി. ഞങ്ങൾ നികുതി മാത്രം അടക്കോളൂ, ഇത് അടക്കാൻ സൗകര്യമില്ല. അടക്കണ്ട. അവർ 50,000 രൂപ ഫൈൻ അടിച്ചു തരും, അത് അടച്ചാ മതി. ഈ കടകളിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിലാണ്. പിന്നെ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പൊടി അതും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ അല്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം 50 രൂപ എടുക്ക്. എടുത്തു കൊടുക്ക്. ഞങ്ങൾ ചെയ്യണത് നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ തോടുകളിലും പുഴകളിലും വലിച്ചെറിയണം കത്തിക്കണമായിട്ടുള്ള പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിക്ക് തന്നെയാണ് ദോഷം. പ്ലാസ്റ്റിക് ഞങ്ങൾ പുഴുങ്ങി തിന്നോളാം, നിങ്ങൾക്കുള്ള 50 രൂപയല്ല. ഓ ആയിക്കോട്ടെ. മദർ, ഈ പ്ലാസ്റ്റിക് പുഴുങ്ങി തിന്നണ നല്ലതേ. അതിൽ നിന്ന് അരിയും കോഴിയോട്ട് ഉണ്ടാക്കുന്ന ഒരു മിഷൻ ഉണ്ടാക്കുന്നതിനെ പറ്റി അമ്മക്ക് എന്താ അഭിപ്രായം? അത് ആവശ്യത്തിന് ചൈനയെന്ന് പറഞ്ഞിട്ട് നീ ഉണ്ടാക്കണ്ട.